ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മളൊരു ബ്രേസ്ലെറ്റും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 2 മാലയും ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ബെൻഡ് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബെൻഡ് പൈപ്പ് വെച്ചിട്ട് ഇതെന്താ ചെയ്യാന്നൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇതിനെ ഉപയോഗിക്കാമെന്നൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാറ്റലോഗിൽ നോക്കിയിട്ട് ഇതെന്താ സാധനം, ഇതെന്തിനാ പറ്റുക ഒക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള തന്നെ വീഡിയോ തന്നെയാണ്. നമ്മൾ എങ്ങനെ എല്ലാവർക്കും അതായത് പുതിയ മോഡൽസാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ കണ്ട് പഴക്കമുള്ളത് ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കരിമണിയുടെ തന്നെ ചെയ്യുന്നത്. പക്ഷേ കരിമണിയിൽ തന്നെ നമ്മൾ ഈ ബെൻഡ് പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതിൽ നമുക്ക് ബെൻഡ് പൈപ്പ് ഇത്ര കർവായിട്ട് വരില്ല, അതായത് ഇത്ര എന്താ നല്ല വളഞ്ഞിട്ടില്ല, ചെറിയൊരു ബെൻഡേ ഉണ്ടാവുള്ളൂ. ചിലതിൽ നല്ല ബെൻഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ടൈപ്പ് തന്നെ ചെറിയ ബെൻഡാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ബീഡ് ക്യാപ്പ് ഇതെന്തിനാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. എന്തിനാണ് ബീഡ് ക്യാപ്പ് ഉപയോഗിക്കാമെന്ന്. ബീഡ് ക്യാപ്പ് മെയിനായിട്ട് നമ്മൾ കമ്മലുണ്ടാക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ കരിമണിയുടെ നമ്മൾ ബ്രേസ്ലെറ്റോ പാദസാരമൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രേസ്ലെറ്റിനും പാദസാരത്തിനെക്കാട്ടിലൊക്കെ നല്ലത് നമ്മൾ കമ്മൽ തന്നെ ഉപയോഗിക്കുകയാണ്, ബീഡ് ക്യാപ്പായിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം കുറച്ച് ലെങ്ത്തിൽ നമ്മൾ കയ്യിൻ്റെ ഒരു ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേസ്ലെറ്റാണ്. അപ്പോൾ അതിൽ ഗിയർ വെയർ നമ്മൾ മാല ഉണ്ടാക്കുന്ന പിരിച്ചെടുക്കാൻ പറ്റാത്ത ഗിയർ വെയർ ഉണ്ടാവുമല്ലോ, ആ ഗിയർ വെയറിലൂടെ ഫസ്റ്റ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൈ ചെയിൻ ഉണ്ടാവുമല്ലോ, ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് ഉണ്ടാവും, അതായത് 2 വട്ടക്കണ്ണിയും ഹുക്കില്ല ആ വട്ടക്കണ്ണി ആ വട്ടക്കണ്ണിയുടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗിയർ ലോക്കിലൂടെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വലിച്ചു കൊടുത്താൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു വെച്ചാൽ കുറച്ച് വീഡിയോ സ്പീഡിൽ പോകുന്ന അതുകൊണ്ടാണ് കേട്ടോ. എത്ര നമ്മൾ എന്താ പറയുക വീഡിയോ ലെങ്ത്ത് കുറക്കാൻ നോക്കിയാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്തായാലും വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം വീഡിയോ ലെങ്ത്ത് കുറച്ചിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇതാക്കുന്നത്. ബാക്കി ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടാക്കി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ബലം ഉണ്ടാവും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീഡ് ക്യാപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്ന്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചെയിൻ ഉണ്ടാവുമല്ലോ, നമ്മളെ ഹുക്ക്, അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ ഈ ബെൻഡ് പൈപ്പ് അതും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇത് വെച്ചിട്ടൊരു പാദസരവും ഇതിൽ തന്നെ നമ്മൾ 2 മാലയും ഒരു ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത്. ബ്രേസ്ലെറ്റും നമ്മൾ ഈ ബെൻഡ് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പാദസരം ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അത് അപ്ലോഡ് ആക്കിയിട്ടില്ല, അതും ഇതാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കരിമണിയുടെ നമ്മൾ 6 mm കേട്ടോ കരിമണിയുടെ ഇതിട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തു. പിന്നെയും ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഡ്സിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണത് ബീഡ്സിന് മാച്ചായിട്ട് നിൽക്കുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബീഡ് ക്യാപ്പ് എന്താ പറയുക 8 mm ബീഡ് ക്യാപ്പാണ് കേട്ടോ. 8 mm ബീഡ്സ് ഇട്ടാൽ ഇതിൻ്റെ ക്യാപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ചെറുത് കുഞ്ഞ് 3 mm ഉപയോഗിക്കുന്ന 3 mm 4 mm ഉപയോഗിക്കുന്ന ബീഡ് ക്യാപ്പും ഉണ്ട്, അതുപോലെ തന്നെ 5 mm ഉപയോഗിക്കുന്ന ബീഡ് ക്യാപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഒരു 6 ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ 6 നോക്കിയിട്ട് പിന്നെ നമ്മൾ ബെൻഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തു, പൈപ്പ് ബെൻഡ് ഇട്ട് കൊടുത്തു കേട്ടോ. ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഗോൾഡൻ്റെ മെറ്റാലിക് കരിമണി ചെയ്യുന്ന മെറ്റാലിക് ബോൾസ് ഉണ്ടാവുമല്ലോ, ബീഡ് ഉണ്ടാവുമല്ലോ, അതിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെയും വീണ്ടും നമ്മൾ ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ 2 ഭാഗത്തോട്ടായിട്ടാണ് നമ്മൾ ബെൻഡ് പൈപ്പിൻ്റെ തന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു നാന്ന് പോലെ ആകൃതി വരുമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് കേട്ടോ അങ്ങനെ ചെയ്തു. പിന്നെ വീണ്ടും 5 നമ്മൾ കരിമണിയുടേത് ബ്ലാക്ക് ചെയിന് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെയും വീണ്ടും ബെൻഡ് പൈപ്പിൻ്റെത് 2 ഇട്ട് കൊടുക്കുക. സെയിം മെത്തേഡ് തന്നെ പിന്നെയും നമ്മൾ മറ്റേതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മളെ കൈയിൻ്റെ അളവിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി കുഴപ്പമില്ല. നമ്മളെ ബീഡ്സ് ക്യാപ്പിൻ്റെ നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മളെ കരിമണിയുടെ ബീഡ് ചെയിൻ ഉണ്ടാവുമല്ലോ, ബീഡ്, അതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം അത് നല്ല ക്വാളിറ്റി തന്നെയാണ്, അതിപ്പോൾ ഉപയോഗിച്ചാൽ നല്ല മനസ്സിലാവും. അതുപോലെ തന്നെ ചക്കിരിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചക്കയുടെ അത്ര ക്വാളിറ്റിക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അതിന് പെട്ടെന്ന് കളർ ഇളകുന്നില്ല, എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചൊക്കെ കളർ ഇളകുന്നുണ്ട്. പക്ഷെ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടല്ലോ 2 ഭാഗത്തോട്ടായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അയ്യകത്തിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ 2 ഭാഗത്ത് നമ്മളെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ബെൻഡ് പൈപ്പിൻ്റെ വെച്ചിട്ട്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ മോഡൽ കണ്ടല്ലോ. ഇനി നമ്മളൊരു മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മോഡൽ വെച്ചിട്ട് തന്നെ മോൾക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ചെയ്താൽ അങ്ങനെ നമ്മൾ നാഗപടത്തിൻ്റെ അങ്ങനെ ഉണ്ടാവുമല്ലോ, എനിക്കെന്നല്ല, ഞാൻ അങ്ങനെ എൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ചാണ് ഒന്ന് ചെയ്തു. ഒന്ന് ചെറിയ മക്കൾക്കുള്ള അങ്ങനെ യൂസ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കഴുത്തിൻ്റെ അകലം കുറച്ച് അറിയാമല്ലോ നമുക്കതൊന്ന് തളർന്നെടുക്കാനൊന്നുമില്ല. എടുത്തിട്ട് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ ഈ ചെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളെ കുളത്ത് ഇതന്നെ ഉപയോഗിക്കുന്നത്, കാരണം അത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബീഡ്സും മെറ്റാലിക് ഗോൾഡൻ ബീഡ്സ് അതും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അതന്നെ
ഇടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതായത് ഈ ബാക്ക് ഭാഗത്ത് വന്നാൽ നമ്മൾ അങ്ങനെ അത് കാണില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ബീഡ് അധികം ഇട്ട് കൊടുത്തിട്ട് ശേഷമാണ് പിന്നെ ഇതാക്കുന്നുണ്ട്. അതായത് 3 ബീഡ് 2 ബീഡ്സൊക്കെ ഗ്യാപ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ ഗോൾഡൻ മെറ്റാലിക് ബീഡ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ബീഡാണ് ഞാൻ പറഞ്ഞു, കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. നമ്മളെ 4 mm ബീഡ്സാണ് കേട്ടോ. ആദ്യം ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു, പിന്നെ 2 ബ്ലാക്ക് 4 mm ഇട്ട് കൊടുത്തു, പിന്നെയും ഗോൾഡൻ ബീഡ്സ്, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു പകുതിയോളം വന്നതിന് ശേഷം നമ്മൾ കാണുന്ന നമ്മൾ നെക്കിൽ ബാക്കിൽ ഭാഗം കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഫ്രണ്ടിലോട്ടായിട്ട് വെക്കുന്ന ഭാഗം എന്നല്ല, അവിടെയാണ് നമ്മൾ 1 by 1 ഒന്ന് ഗോൾഡാണെങ്കിൽ ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഗോൾഡാണെങ്കിൽ ഒന്ന് ബ്ലാക്ക്, ഇതുപോലെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സെൻട്രലായിട്ട് നമ്മൾ ലോക്കറ്റ് കൊടുക്കുന്നത് ജംറിങ്സിൽ ലോക്കറ്റിന് ഹോൾട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് ജംറിങ്സ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുൻപായിട്ട് സെൻറ്ററിൽ നമ്മൾ ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലോക്കറ്റ് ഇട്ട് കൊടുക്കുക, വീണ്ടും ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതായത് ഏകദേശം ഈ ലെങ്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, അവിടെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, എന്നിട്ട് ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇത് നാഗപടത്തിൻ്റെ ആ ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെയും നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ബെൻഡ് പൈപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ബാക്കി വരുന്ന മെത്തേഡ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് വേറെ മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ജംറിങ്സിലാണ് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത്. ഇത് നോർമലി ഈ നാഗപടത്തിൻ്റെ നോർമലായിട്ട് നേരിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തൊക്കെയാണ്, ഇതിൽ ഗിയർ വെയറിൽ കോർത്തെടുത്തൊക്കെയാണ്. പക്ഷേ നമ്മൾ ചെറിയ മോൾക്ക് ഞാൻ നാഗപടം എന്നല്ല, ചെറിയ ലോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജംറിങ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് എൻ്റെ ഒരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വലുപ്പത്തിലുണ്ടാവും. മറ്റത് ഞാൻ ചെറിയ കുട്ടികൾക്ക് ഒക്കെ യൂസാക്കാൻ അങ്ങനത്തെ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് മാലയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഈ ഫസ്റ്റത്തെ ഈ മാലയാണോ അതോ ഇതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഈ മാലയാണോ ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നല്ല, നമുക്ക് വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവാണ്. ഇനിയും വെറൈറ്റി ഓരോ എന്താ പറയുക മോഡൽസുമായിട്ട് ഞാൻ വരുന്നതാണ്. ഒക്കെ മനസ്സിലുണ്ട്, നമുക്കൊന്നാമത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് ഓരോ വീഡിയോസും അപ്ലോഡ് ആക്കാനും എടുക്കാനൊക്കെ വൈകുന്നത് കേട്ടോ. എനിക്ക് എല്ലാം നമ്മളെ കൈകൊണ്ട് തന്നെ എത്തണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വൈകി പോകുന്നത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ടാറ്റാ.